ഇന്ന് ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. എൻ്റെ 2 മിനിറ്റ് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. എന്തിനാടാ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചു. പിന്നെ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രദേശം മുഴുവൻ പണം കൊടുത്ത് വിജയിക്കാനാകില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന പാലക്കാടുകാർ തെളിയിച്ച ഒരു വിജയമായിരുന്നു ഈ വിജയം. അനുഭവ സമ്പത്ത് കൊണ്ടും പരിചയം കൊണ്ടും എന്നേക്കാൾ മുതിർന്ന എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എൻ്റെ ആദരവ് ഞാൻ ആദ്യം അറിയിക്കുന്നു. കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിലെയും പള്ളിപ്പറമ്പുകളിലെയും പിന്നീട് ലോകമെങ്ങാടും മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം ഓഡിറ്റോറിയങ്ങളിലെയൊക്കെ മൈക്കുകളിലൂടെ സംസാരിച്ച എനിക്ക് ഇന്ന് ജനങ്ങളുടെ ശബ്ദമായി ഈ നിയമസഭയിലെ മൈക്കിലൂടെ സംസാരിക്കാൻ അവസരം തന്ന പാലക്കാടുള്ള ജനങ്ങൾക്ക്, ആ ജനങ്ങളുടെ ഇടയിലേക്ക് എന്നെ പറഞ്ഞുവിട്ട പാർട്ടിക്ക്, നേതൃത്വത്തിന്, മുന്നണിക്ക് എല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സാർ, നന്ദി. പണം കൊടുത്ത് വിജയിക്കാനാകില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന പാലക്കാടുകാർ തെളിയിച്ച ഒരു വിജയമായിരുന്നു ഈ വിജയം. അരിയാഹാരം കഴിക്കുന്ന മലയാളി എന്ന പ്രയോഗം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മലയാളിയെ ഇത്രയധികം അരി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമായ പാലക്കാടുള്ള നെല്ല് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് മുമ്പ് ശ്രീ VT ബൽറാമും സുമേഷും ഒക്കെ സംസാരിച്ചതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ സമയത്തെ അപഹരിക്കുന്നില്ല. എങ്കിലും ഈ ബജറ്റിൽ സാർ, ഈ നെല്ല് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സീസണൽ പ്രശ്നമല്ലാതെ ഒരു ശാശ്വത പരിഹാരം കാണുമെന്നൊരു വാക്കുണ്ടായിരുന്നു എന്നത് പാലക്കാടുള്ള ആളുകളെല്ലാം ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അത് വലിയ സന്തോഷം. ഒപ്പം കലാമേഖലയിൽ നിന്നും വന്ന ഒരാളെന്ന നിലയിൽ ചലച്ചിത്ര മേഖലയ്ക്ക് വ്യവസായ സ്ഥാനം, ടൂറിസത്തിനും ചലച്ചിത്രത്തിന് നൽകിയ വ്യാവസായിക സ്ഥാനം വ്യവസായമായി പ്രഖ്യാപിച്ചതും അതിന് തന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ സമയം നന്ദി പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഒപ്പം എൻ്റെ ഗുരുനാഥൻ കൂടിയായ സലീമേട്ടന് 1 കോടി രൂപയുടെ ഒരു സ്മാരകം പണിയും എന്ന് പറഞ്ഞു. പക്ഷേ പലർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ പെട്ടെന്ന് ഈ സ്മാരകം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പ്രതിമ എന്നുള്ള രീതിയിലാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യകത എന്തെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് ജനോപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കുമെന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ കഴിയും. ജനങ്ങൾ നമുക്ക് തരുന്നത് അധികാരമല്ല, ഉത്തരവാദിത്വമാണെന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കാരണം ആ ഉത്തരവാദിത്വം പലതിനെയും ചെറുക്കുന്നതിനാണ്. ഈ വർഗീയത എന്ന് പറയുന്ന വാക്ക്, ഇപ്പോൾ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നു പറയുമ്പോഴും ഈ വർഗീയത എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും മതവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാക്കല്ല. അതിന് രാഷ്ട്രീയ വർഗീയത എന്ന് പറയുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു വർഗത്തെ സംബന്ധിക്കുന്ന വാക്കാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് മറ്റെല്ലാവരും എതിർക്കപ്പെടേണ്ടതാണെന്നും മറ്റെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണെന്നും മറ്റാരും ശരിയല്ലെന്നും നമ്മൾ മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതും ഒരു വർഗീയത തന്നെയാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിലും പിന്നീട് അവർ തന്നെ കണ്ടെത്തിയ ഇത്തവണത്തെ, ഞാൻ തന്നെ ആദ്യം കണ്ടപ്പോൾ അയ്യോ ഇത് കൊള്ളൂലല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ഇവരുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. മറ്റാരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ തന്നെ പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഒരു UDF-കാരൻ എന്നോട് നിങ്ങൾ എന്തിനാ എതിർ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചില്ല, തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴും എന്തിനാടാ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചു. പിന്നെ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രദേശം മുഴുവൻ. ഞാൻ ഇതെന്താ ഇവരെങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ജനീഷിന് ചോറ് കൊടുത്തതിൻ്റെ പേരിൽ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ഇൻക്ലൂസീവായി ചിന്തിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് സാധിക്കുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇൻക്ലൂസീവായി ചിന്തിക്കാൻ ഇന്ത്യയെ പഠിപ്പിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. കാരണം പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് വരുന്നത് എന്ന്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 200 കൊല്ലത്തെ ബ്രിട്ടീഷിൻ്റെ ഭരണം കഴിഞ്ഞിട്ടാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ശതമാനം 12%. ലിറ്ററസി 12%. മനുഷ്യൻ്റെ ശരാശരി ആയുസ്, ഇന്ത്യക്കാരൻ്റെ ആയുസ് 35 വയസ്സാണ്. കമ്മ്യൂണിക്കേഷന് യാതൊരുവിധ മാർഗങ്ങളുമില്ല. റേഡിയോ പോലും ഒരു ഗ്രാമങ്ങളിലില്ല. ഭാഷയില്ല, വിദ്യാഭ്യാസമില്ല. മലേറിയയും കോളറയും പോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾ പിടിച്ചിരിക്കുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ലക്ഷ്യം റോഡുകളോ പാലങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഇന്ത്യ അത്ര വാഹനങ്ങളുമില്ല. ഇന്ത്യയെ നിവർത്തി നിർത്തുക, നേരെ നിൽക്കുക, നട്ടൽ നിവർത്തി നിൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളായിരുന്നു. അങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുത്ത് 10-50 വർഷം കൊണ്ട് ഇന്ത്യയെ ഹരിത വിപ്ലവത്തിലൂടെയും വ്യാവസായിക വിപ്ലവത്തിലൂടെയും പഞ്ചവത്സര പദ്ധതികളിലൂടെയും നിവർത്തിയ ഒരു പ്രസ്ഥാനം. അങ്ങനെ നിൽക്കാൻ പഠിച്ചപ്പോഴാണ് BJP അധികാരത്തിലെത്തുന്നത്. BJPക്ക് അധികാരത്തിലെത്തുമ്പോൾ കയ്യിൽ മൊബൈൽ ഫോണുമായിട്ടുള്ള ഇന്ത്യക്കാരെയാണ് കിട്ടിയിട്ടുള്ളത്. 200 വർഷം ബ്രിട്ടീഷ് ഭരിച്ച ഇന്ത്യ കോൺഗ്രസിനും
54 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ BJPക്കും കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ 10 കൊല്ലത്തിന് മുമ്പ് എന്താണ് ഇവരുണ്ടാക്കിയതെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ പുതിയ ചരിത്ര നിർമ്മാണങ്ങളിലൂടെ അപഖ്യാതി പറഞ്ഞു വരുത്തുന്നതിലൂടെ കോൺഗ്രസ് എന്ന് പറയുന്ന UDF എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയമെന്ന ബോധ്യമുള്ള എനിക്ക് ഒരു പൗരനെന്ന നിലയിൽ എൻ്റെ പൗരബോധത്തിൻ്റെ ഭാഗമായി ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഏറ്റവും അനിവാര്യമായ ഒരു പൗരൻ്റെ കടമ ചെയ്തുകൊണ്ടാണ് ഇത്തവണ കേരളത്തിലെ ഓരോ ജനങ്ങളും നമ്മുടെ പാർട്ടിയെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന നമ്മളോടൊപ്പം ചേർന്ന് നിന്നതും നമ്മളിന്ന് മുഖ്യധാരയിലേക്ക് ഏറ്റവും സജീവമായി തിരിച്ചു വന്നിട്ടുള്ളതും അവരോടും നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ബഡ്ജറ്റിനെ കുറിച്ച് ഉള്ള അവലോകനമാണ്. ബഡ്ജറ്റിനെ കുറിച്ച് ഇനിയും നമ്മുടെ തന്നെ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബഡ്ജറ്റാണ്. അതിനെക്കുറിച്ച് ഇനിയും ഞാൻ ഒരുപാട് ഇവിടെ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. വേണമെങ്കിൽ ഇന്ന് ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. ഏറ്റവും കാര്യമായി തിങ്ക് ടാങ്ക്, ജെൻസി പോലെയുള്ള ഒരുപാട് വാക്കുകൾ മുൻപ് ബജറ്റുകളിൽ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ കേട്ട ഒരു ബജറ്റാകുക കൊണ്ട് തന്നെ ഇത് കാലത്തിനൊപ്പം നിൽക്കുകയും കാലത്തിന് മുന്നേ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബജറ്റാണ്. ഈ ബജറ്റിനെ ഞാനും ഏറ്റവും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു. കടമ ചെയ്ത വഴിയും അല്ലാതെയും നമുക്ക് ഈ വലിയ വിജയം സമ്മാനിച്ച ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഉത്തരവാദിത്വം പറഞ്ഞുകൊണ്ട് എൻ്റെ 2 മിനിറ്റ് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. താങ്ക് യു.